കരുവന്നൂർ സഹകരണ കൊള്ളയിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഇത് 4ാം തവണയാണ് MM വർഗീസ് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. തുടർച്ചയായി വിളിച്ചു വരുത്തുന്നതിനെതിരെ കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും CPMന് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉള്ളതായി അറിയില്ലെന്നും MM വർഗീസ് പറഞ്ഞു. അവരെ നമ്മളോട് വരാൻ ആവശ്യപ്പെടുകയല്ലേ, നമ്മൾ വരണു. എന്തുകൊണ്ടായിരിക്കും തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള അത് എനിക്കറിയില്ലല്ലോ. അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവര് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എന്നോട് ഇടപെട്ടിട്ടുള്ളത്. സഹകരിക്കുന്നില്ല അങ്ങനെ അവര് എനിക്കറിയാം. അത് നിങ്ങൾ പറയുന്നതല്ലേ. ജില്ലാ കമ്മിറ്റിയുടെ പേരിലൊക്കെ ആരോപണം അവർ പറയുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എന്താ ആരോപണം? അക്കൗണ്ടുകൾ ഉണ്ടെന്നും അതുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും 5 അക്കൗണ്ടുകളുണ്ട് കരുവന്നൂരിൽ എന്നാണ്. ജില്ലാ കമ്മിറ്റിക്ക് 5 അക്കൗണ്ടുകൾ, ലോക്കൽ കമ്മിറ്റിക്ക് 5 അതറിയില്ല. ലോക്കൽ കമ്മിറ്റിക്ക് 5 അക്കൗണ്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാ അക്കൗണ്ടുകളെ കുറിച്ചും ജില്ലാ സെക്രട്ടറിക്ക് അറിയാമായിരുന്നു എന്ന് ഇഡി പറയുന്നുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമായിട്ട് തന്നെ പറയേണ്ട എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ അറിയുന്ന കാര്യങ്ങൾ പറയുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, പറയുകയും ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ 4ാം വട്ടവും ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ മാധ്യമപ്രവർത്തകരോടാണെന്ന് മനസ്സിലാക്കുന്നു MM വർഗീസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ കൃത്യമായി അറിയാവുന്ന കാര്യങ്ങൾ പോലും പറഞ്ഞ് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. ഈ MM വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാക്ഷിയായിട്ടാണ് എങ്കിൽ പോലും ഈ CPM അക്കൗണ്ടുകളെ കുറിച്ചൊക്കെ കൃത്യമായി വിവരമുണ്ട്, ഇഡി കോടതിയെ ബോധിപ്പിച്ചതുപോലെയാണ്. ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഭീമമായ തുക CPM അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ MM വർഗീസിന് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? എന്താണ് ലഭിക്കുന്ന സൂചനകൾ ജിജീഷ്? ലക്ഷ്മി, ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രധാനമായും തെളിവുകൾ മുൻനിർത്തി തന്നെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങിയിരിക്കുന്നു. ആദ്യം 3 തവണ ഇതിനു മുമ്പ് ചോദ്യം ചെയ്തു. നവംബർ 24-നും ഡിസംബർ 1-നും ഡിസംബർ 19-നും ചോദ്യം ചെയ്യലുകൾ നടത്തിയിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ അറിയാവുന്ന MM വർഗീസ് അന്വേഷണത്തോട് സഹകരിക്കാതെ പലതും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു എന്നാണ്. പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പാർട്ടിക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. CPMന്റെ പ്രാദേശിക തലങ്ങളിൽ തന്നെയുള്ള അക്കൗണ്ടുകൾ പ്രവർത്തിച്ചിരുന്നു. ഇത് കൈകാര്യം ചെയ്തിരുന്നത് പ്രാദേശിക നേതാക്കളായിരുന്നുവെങ്കിലും ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ MM വർഗീസിന്, തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ MM വർഗീസിന് കൃത്യമായി തന്നെ CPMന്റെ ജില്ലയിലുള്ള മുഴുവൻ അക്കൗണ്ടുകളെ കുറിച്ചും അറിവുണ്ട്. എവിടെയെല്ലാം ഇത്തരത്തിൽ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് അക്കൗണ്ടുകൾ നടത്തുന്നുണ്ട് എന്ന കാര്യം അറിയാം. എന്നാൽ ഇതുമായി ഒന്നും സഹകരിക്കാത്ത സമീപനമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തുടർച്ചയായ ചോദ്യം ചെയ്യലിലൂടെ വിവരങ്ങൾ സമാഹരിക്കാൻ കഴിയും, വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതിയാണ് തുടർച്ചയായ ചോദ്യം ചെയ്യലെന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യലിന് 4ാം തവണ ഹാജരായ MM വർഗീസ് പ്രതികരിച്ചത് താൻ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്ന അന്വേഷണ സംഘത്തിന്റെ ആരോപണത്തെ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു ഈ ഒരു മറുപടി. പൂർണ്ണമായും തന്നെ തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്, ഇഡിയോട് പറയുന്നുണ്ട്. മാത്രമല്ല കരുവന്നൂർ സഹകരണ ബാങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിക്ക് അക്കൗണ്ടുകൾ അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ല, ബ്രാഞ്ച് കമ്മിറ്റിക്ക് അക്കൗണ്ടുകൾ ഉള്ളതായി തനിക്ക് അറിയുകയുമില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും പറയുന്നുണ്ട്. തുടർച്ചയായി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമോ എന്ന ചോദ്യത്തിൽ നിലവിൽ അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് തന്നെയാണ് MM വർഗീസ് മറുപടി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ള നിരവധി ആളുകൾ കോടതിയെ സമീപിച്ച് സമൻസുകൾക്ക് സ്റ്റേ വാങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിൽ TV സുഭാഷ് സഹകരണ രജിസ്ട്രാർ തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി കോടതിയിൽ നിന്ന് സമൻസിന് സ്റ്റേ വാങ്ങുകയും ചെയ്തു. ഒപ്പം തന്നെ ഡോക്ടർ തോമസ് ഐസക് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസിലും സമാപന തുല്യമായി തന്നെയുള്ള നീക്കമായിരുന്നു നടത്തിയത്. എന്നാൽ MM വർഗീസ് ഇക്കാര്യത്തിൽ അത്തരമൊരു നീക്കം നടത്തുമെന്ന് വ്യക്തമാക്കുന്നില്ല. എന്നാൽ 4ാം തവണ ചോദ്യം ചെയ്യുമ്പോൾ MM വർഗീസിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ 2ാം ഘട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.